നിങ്ങളെ കുഴപ്പിക്കുന്ന പല ചോദ്യങ്ങളും അവർ ചോദിക്കാം. അവയ്ക്ക് മുൻപിൽ പതരാതെ. അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ വൈൽഡ് കാർഡൊക്കെ വന്നിട്ടുള്ള ഫസ്റ്റ് ടാസ്ക് തുടങ്ങി. അതിൽ ടണൽ ടീമായിരുന്നു ആദ്യം. ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, ഒരു പവർ ടീമിലുള്ളവർ മാധ്യമപ്രവർത്തകരായിട്ടിരിക്കുന്നു. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 മാധ്യമപ്രവർത്തകരായിരിക്കുന്നു. ബാക്കിയുള്ളവർ അവിടെ വന്ന് ഇരിക്കുന്നു. ഇവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഈ ക്വസ്റ്റ്യൻസ് 3 ക്വസ്റ്റ്യൻസ് ബിഗ് ബോസ് കൊടുക്കുന്നതാണ്. ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, ഇവരതിന് ആൻസർ പറയണം. അങ്ങനെ ഫസ്റ്റ് ടീമിലുണ്ടായിരുന്നത്, ടണൽ ടീമിലുണ്ടായിരുന്നത് അഭിഷേക്, മുടിയൻ, ജാൻമോണി, പിന്നെ ശരണ്യ, ഇവരായിരുന്നു. അഭിഷേക് ശ്രീകുമാറാണ് കേട്ടോ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഭയങ്കര ഈസി ആയിരുന്നു. ഒന്നുമില്ല, അവരുടെ ടീമിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്ത ആളാണ്. അതിൽ ഒറ്റയടിക്ക് പൂജ പറഞ്ഞു ജാൻമോണിയാണ്, അഭിഷേകും പറഞ്ഞു ജാൻമോണിയാണ്. അതിൻ്റെ പ്രോബ്ലം അഭിഷേക് പറഞ്ഞത് ലാംഗ്വേജ് പ്രോബ്ലം ഒക്കെ പറഞ്ഞു. അതുപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എങ്ങനെയുണ്ട് പവർ ടീം എന്നായിരുന്നു. അതിനും നന്നായിട്ട് തന്നെ ആൻസർ പറഞ്ഞു. അവർ കുഴപ്പമില്ല, ഇപ്പോൾ ഓക്കെയാണ്, പണ്ടത്തെക്കാളിലൊക്കെ ബെറ്റർ ആണെന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ തേർഡ് ക്വസ്റ്റ്യൻ ആണ് കുറച്ച് അധികം നേരം ഡിബേറ്റ് വന്നത്. അതായത് തേർഡ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, പവർ ടീമിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്ത വ്യക്തി. അതിൽ ഒറ്റയടിക്ക് എല്ലാവരും പറഞ്ഞു ഗബ്രി എന്ന് പറഞ്ഞു. അതിൽ പൂജ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് അടിപൊളിയാണ്. കുറച്ച് നേരത്തെ ആവായിരുന്നു ഇവരുടെ വരവ് തോന്നിപ്പോയി. കാരണം പൂജ നല്ല വ്യക്തമായി സംസാരിച്ചു, വളരെ നന്നായി സംസാരിച്ചു. ഗബ്രിക്ക് ഒന്നും മിണ്ടാൻ പറ്റാത്ത രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഗബ്രി ഇങ്ങനെ വായിട്ട് അലച്ചുകൊണ്ടിരുന്നു എന്ന് മാത്രം. പിന്നെ അതേപോലെ തന്നെ അഭിഷേകും അത് നന്നായിട്ട് സംസാരിച്ചു കേട്ടോ. അഭിഷേകും അതെ. പൂജ ഇവിടെ ഉണ്ടായിരുന്ന ഓരോരോ കാര്യങ്ങൾ എടുത്തിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജാസ്മിന് ക്യാപ്റ്റൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്യാപ്റ്റൻ ആ ക്വസ്റ്റ്യൻ ചോദിച്ചത് മറ്റേ അഭിഷേക് ഇന്നലെ പിന്നെയും കമ്മ്യൂണിറ്റി അഭിഷേക് ഇന്നലെ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ രീതിയിൽ ജാസ്മിൻ ചോദിച്ചു. ഞങ്ങൾ ഇവിടെ ഇത്രയും ദിവസം, ഒരു മാസമായിട്ട് താമസിച്ചിട്ട് ഇവിടെ കാസ്റ്റോ അതുപോലെ എന്താ പറയുക റിലീജിയൻ കാസ്റ്റ് അങ്ങനത്തെ ഒരു സംഭവവും ഇല്ല, കമ്മ്യൂണിറ്റി ഒന്നുമില്ല, എല്ലാവരും മനുഷ്യന്മാരായിട്ടാണ് ജീവിച്ചിരുന്നത്. പക്ഷെ ഇന്നലെ അഭിഷേക് പറഞ്ഞത് അത്രയും അങ്ങനത്തെ മോശം കാര്യമാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അതിൽ അഭിഷേക് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഞാനിവിടെ ഒരുപാട് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്, ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ ഇവിടെ സെലക്ട് ചെയ്യില്ല. അഭിഷേക് അങ്ങനത്തെ ഒരാളല്ല. അഭിഷേക് പറയണതിൻ്റെ അർത്ഥം ഇപ്പം എനിക്കിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇന്നലെ എനിക്ക് അത്ര മനസ്സിലായില്ല കേട്ടോ. ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, അഭിഷേക് അത്ര റോങ് പേഴ്സൺ അല്ല. കാരണം അഭിഷേക് പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അഭിഷേക് ഒരിക്കലും ഒരു കമ്മ്യൂണിറ്റിനെ അടിച്ച് ആക്ഷേപിക്കുന്നില്ല കേട്ടോ. സീരിയസ്ലി ഞാൻ കുറെ കണ്ടു. ജാൻമോണിയോടൊക്കെ അഭിഷേക് സംസാരിക്കുമ്പോൾ മനസ്സിലായി. കാരണം ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ പലവരും, അതൊന്നും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ എനിക്ക് അറിയില്ല. കാരണം കമ്മ്യൂണിറ്റിയിൽ പലവരും ഇങ്ങനെ കുട്ടികളെയൊക്കെ ചെറുപ്പം മുതലേ അതിലേക്ക് അങ്ങനെ അല്ലാത്തവരെയും കൂടി അങ്ങനെ ആക്കിയെടുക്കാനും എന്തൊക്കെയോ അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് അത്ര. എല്ലാത്തിലും നല്ലവരും ചീത്തവരും ഉണ്ടാവുമല്ലോ. നമ്മൾ സാധാരണ നോർമൽ ആയിട്ടുള്ള ആൾക്കാരിലും ഉണ്ടല്ലോ നല്ലതും ചീത്തതും. അതുപോലെ അങ്ങനെയുള്ളവരും ഉണ്ട്. ആ ഒരു വിഭാഗത്തെ ചെറുപ്പം മുതലേ മറ്റുള്ള കുട്ടികളെയും അങ്ങനെയുള്ളവരെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നവരെയൊക്കെ മാത്രമേ ഈ മനുഷ്യനെ എതിർക്കണുള്ളൂ. ജാൻമണിനെ പോലെയുള്ളവരെയും മറ്റവരൊക്കെ ഇയാൾക്ക് ഫ്രണ്ട്സ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇയാൾ കുറെ ഫാമിലിക്ക് വേണ്ടി സംസാരിക്കുന്ന ആളാണ്, കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളാണെന്നൊക്കെ തോന്നിയിട്ടോ എനിക്ക്. അതിനി പതിയെ നമുക്ക് അറിയാം. കാരണം എനിക്ക് ലൈവ് കണ്ടപ്പോൾ അഭിഷേകിൽ ഇപ്പം നല്ലൊരു പ്രതീക്ഷ ഉണ്ട്. ഇന്നലെ ഞാൻ ഇത്രത്തോളം വിചാരിച്ചിട്ടില്ല. ഇന്ന് ലൈവൊക്കെ കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അയാളെ പറ്റി മനസ്സിലാക്കിയപ്പോൾ പിന്നെ വേറൊരു ഇഷ്യൂ ഉണ്ട് പുറത്തുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് എനിക്ക് പറയാൻ അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. വേറൊരു മറ്റേ അഭിഷേക് ഇട്ട ഒരു കമൻറ്റും അതും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞതിന് ശേഷമേ സംസാരിക്കുള്ളൂ. ഇപ്പം എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ ഈ നമ്മളിപ്പോൾ ഉള്ള അഭിഷേക് ശ്രീകുമാർ എന്ന് പറഞ്ഞ വ്യക്തി അത്ര ടോക്സിക് അല്ല, നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ് തോന്നുന്നു. ജാസ്മിൻ അതിനുള്ള മറുപടി നല്ല വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അഭിഷേക്. പക്ഷെ വീട്ടിലുള്ളവരുടെയൊക്കെ ഒരു ധാരണയിൽ ഈ അഭിഷേക് ഇങ്ങനൊരു ടോക്സിക് പേഴ്സൺ ആണ് എന്ന് ഉറപ്പിച്ച് അയാൾക്കെതിരെ നിൽക്കുന്ന പോലെയാണ്, സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് മനസ്സിലായത്. പൂജ എന്ന് പറഞ്ഞൊരു വ്യക്തി മാത്രം അങ്ങനെയല്ല കേട്ടോ. പൂജ എല്ലാവരോടും സംസാരിച്ച് നല്ല രീതിയിൽ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി റിപ്ലൈ കൊടുക്കുന്നുണ്ട്. കുറച്ച് മെച്യൂർഡ് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് പൂജ. എന്തായാലും ഇപ്പം ഈ ഒരു ടീമിൻ്റെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി അടുത്ത ടീമിൻ്റെയൊക്കെ കുറച്ചു നേരം കൊണ്ട് ഇങ്ങനെ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ഇപ്പം തീരും. അപ്പം അതുവരേക്കും ബൈ.